ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഏബൽകുട്ടൻ എവിടെ കിടക്കുന്നുണ്ട്. ഏബൽകുട്ടൻ്റെ ആദ്യത്തെ വിമാനയാത്രയാണ്, ഫസ്റ്റ് ഫ്ലൈ ആണ്. ഒമാൻ എയറിലാണ്, എൻ്റെ ഫേവറേറ്റ് എയർലൈനായ ഒമാൻ എയറിലാണ് പോകുന്നത്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ലോഞ്ചിലാണ്, പപ്പി മമ്മിയും കൂടെ വരുന്നുണ്ട്. അവരുടെയും ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഇനി നമുക്കത് എങ്ങനെയുണ്ട് നോക്കാം, 1 by 1 ആയിട്ട്. കൂടുതൽ വിശേഷം വ്ലോഗിൻ്റെ വരും സമയങ്ങളിലായിട്ട് നമുക്ക് കാണാം. ഇതേ നമ്മുടെ ഏബൽകുട്ടൻ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് ഇതെങ്ങനെ ലോഞ്ചിൽ സോഫയിൽ കിടപ്പുണ്ട്. ഒരു ടർക്കി വലിച്ച് എനിക്ക് എടുത്തേക്കാണ്. പപ്പയും മമ്മിയും അമ്മും ഫുഡ് എടുക്കാൻ പോയിക്കണം. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലോഞ്ചിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഭക്ഷണം എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ആശം നല്ല കളിയാണ്. ഭക്ഷണം എടുത്തൊരു ഇതേ വന്നിട്ടുണ്ട്. 3 ആളും ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഞാനത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാം. അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലൈ ആണ് നമ്മുടെങ്കിൽ, എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്കാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും. ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ക്യാപ്റ്റനോ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ഒക്കെ തരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ള അറ്റംപ്റ്റ് ഞാൻ നടത്തുന്നുണ്ട്. നമ്മുടെ കൊച്ചിൻ്റെ ഏബലിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ക്യാപ്റ്റനെ കൊണ്ട് സൈൻ ചെയ്തൊരു ഫോട്ടോ എടുപ്പിക്കാൻ ഉള്ളൊരു ശ്രമത്തിലാണ്. എന്താവുന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണും. നമ്മൾ എയർപോർട്ടിലെത്തി കയറാൻ പോവാണ്, ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. എന്തായാലും നമുക്ക് ക്യാബിൻ ക്രൂവിൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ അത് സക്സസ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എന്താണെന്നുള്ളത് ഞാൻ വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ടിട്ട് കണ്ടറിയാം. ഫ്ലൈറ്റിലേക്ക് ഉള്ള ഗേറ്റിൽ തൊട്ട് മുമ്പിലേ പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ചെക്കനൊന്ന് ഫ്രഷ് ആക്കിയൊക്കെയാണ്. നമുക്ക് ഗേറ്റിൻ്റെ ഇതിൽ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഫ്ലൈറ്റ് കിടക്കുന്നത് കാണാം. നല്ല ഗ്ലാസ് വിൻഡോ ഒക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഫസ്റ്റ് ഫ്ലൈറ്റിലേക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ബാക്കി നമുക്ക് കാണാം. ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്ന 3 പേരുടെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഫ്ലൈറ്റിൽ കയറിയിട്ട്. സോ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ക്യാബിൻ ക്രൂ ഇത് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്നും ഫസ്റ്റ് ഓഫീസറുടെ കയ്യിൽ നിന്നും സൈൻ ചെയ്ത് ഇവിടെ ഒമാൻ എയറിൻ്റെ സീലും ക്യാപ്റ്റൻ്റെ സ്റ്റാമ്പും വെച്ചിട്ട് നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ ക്യാപ്റ്റൻ്റെ കൂടെ കോക്പിറ്റിൽ നിന്നിട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫ്ലൈറ്റിൻ്റെ അവസാനം നോക്കാമെന്നാണ്, എല്ലാ പാസഞ്ചേഴ്സും ഇറങ്ങി കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നമ്മുടെ ഉണ്ണിയുടെ ഫോട്ടോ ആണ് അതിനകത്ത് ഞാൻ ഈ വാട്ടർമാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഒമാൻ എയറിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ വെച്ചിട്ടുണ്ട്. അവരുടെ വിമാനത്തിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താവും എന്നുള്ളത് വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ നമ്മുടെ കോക്പിറ്റിലേക്ക് ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും വെയിറ്റ് ചെയ്തേക്കാണ്. അവിടുത്തെ വ്യൂ ആണ്. ഒരു സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണിത് നമുക്ക്. സോ ഗായ്സ്, അതായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു കേസിൽ. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ കോക്പിറ്റിൽ കയറി ക്യാപ്റ്റനോടും ഫസ്റ്റ് ഓഫീസറിനോടും സംസാരിക്കുന്നു, ഓട്ടോഗ്രാഫ് മേടിക്കുന്നു, അവരുടെ മീൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമ്മളത് കളക്ട് ചെയ്യുന്നു, ഉണ്ണിയുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കുന്നു, അവർ ഗ്രാറ്റിറ്റ്യൂഡും താങ്ക്സും കാര്യങ്ങളൊക്കെ അവർ അറിയിക്കുന്നു അവരുടെ കോക്പിറ്റിക്ക് വന്നതിൽ. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളോ വലിയവരോ ആരെങ്കിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെർമിഷൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ എയർലൈനിൻ്റെയും ക്യാബിൻ ത്രൂ വഴി നിങ്ങൾ പൈലറ്റിനെ അല്ലെങ്കിൽ കോക്പിറ്റിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. ഫോട്ടോസ് എടുക്കാൻ ട്രൈ ചെയ്യുക. ആരും അനധികൃതമായിട്ട് കോക്പിറ്റിൽ കയറാൻ ശ്രമിക്കരുത്, അത് കുറ്റകരമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.